ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് 2 സ്പൂൺ. അതിനുശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് റോസ്റ്റായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം സബോള, അതൊന്ന് വാടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് തക്കാളി വാടി വന്ന ശേഷം ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി സോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസാണ് ഇടുന്നത്. ബീൻസ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടുന്നതായിരിക്കും. ഉടഞ്ഞു പോരുത്, വല്ലാണ്ട് മിക്സായിട്ട് കിടക്കണം. അതിലോട്ട് ലേശം ഉപ്പ്, അതിനുശേഷം ആവശ്യമുള്ളവർക്ക് ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്യണം. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം വെച്ചാൽ അങ്ങനെ ചെയ്യാം, അല്ലച്ചാൽ തുറന്ന് വെച്ച് വേവിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ്, ഞങ്ങളിവിടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. റൈസ് വെച്ചിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. വല്ലാണ്ട് ഉടഞ്ഞു പോകരുത്. നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ മുട്ട ഉടച്ച് ചേർക്കാം. നിങ്ങളാരും അത് കൂട്ടാത്തതുകൊണ്ട് വെജിറ്റബിൾ റൈസായിരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ റൈസ് റെഡി ആയിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ.